ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടാൽ, ബാക്കി ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഇവിടെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP കൊല്ലം ജില്ലയിലെ വലിയ പാർട്ടിയായിരുന്നു, കേരളത്തിലെയും വലിയ പാർട്ടിയായിരുന്നു, കൊല്ലത്തെ വലിയ പാർട്ടിയായിരുന്നു. ശ്രീകണ്ഠൻ നായർ, പിന്നെ ചന്ദ്രചൂഡൻ തുടങ്ങി എത്ര മഹാരഥന്മാർ, വലിയ വലിയ ആളുകൾ, പങ്കജാക്ഷൻ. RSP ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. ബാബു ദിവാകരൻ്റെ അച്ഛൻ ദിവാകരൻ, ഷിബു ബേബി ജോണിൻ്റെ പിതാവ് ബേബി ജോൺ. ചെറിയ പാർട്ടിയാണോ അത്? വലിയ പാർട്ടിയായിരുന്നു. ഇടതുപക്ഷത്തിലെ CPM കഴിഞ്ഞാൽ CPI കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി RSP ആയിരുന്നു. ഒരു ഘട്ടത്തിൽ CPIയേക്കാൾ വലിയ പാർട്ടിയായിരുന്നു. പക്ഷേ അത് മക്കൾ രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ പിരിഞ്ഞ് ബാബു ദിവാകരൻ്റെ മകൻ ബാബു ദിവാകരൻ ഒരു പീസ് കൊണ്ടുപോയി. അപ്പോഴും പ്രധാന പീസ് അവിടെ നിന്ന് അത് NK പ്രേമേന്ദ്രനും, അദ്ദേഹം MP ആണ്, AICC ഒക്കെ കൂടി ഒരു പ്രധാന പങ്ക് കൊണ്ടുപോയി. ചന്ദ്രചൂഡൻ വേറൊരു സംവിധാനം, അദ്ദേഹം മരിച്ചുപോയി. പ്രൊഫസർ ചന്ദ്രചൂഡൻ മരിച്ചുപോയി, പങ്കജാക്ഷൻ മരിച്ചുപോയി, ഒരുപാട് ആളുകൾ മരിച്ചു. പിന്നെ ഈ പ്രസ്ഥാനം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഷിബു ബേബി ജോണൊക്കെ കൂടി അതൊരു RSPയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ അവർ 3 ആയി, ഇപ്പോൾ അവർ 1 ആയി. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, അതിൻ്റെ ആധികാരികത ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നാലും കിട്ടുന്ന ന്യൂസുകൾ അപ്പോൾ കൊടുക്കുകയും പിന്നെ ന്യൂസ് കിട്ടുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ചാനലുകൾക്കും ഡിജിറ്റൽ ചാനലായാലും സാറ്റലൈറ്റ് ചാനലായാലും അതല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ RSPയിൽ ഒരു അന്തഛിദ്രം ഉടലെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, NK പ്രേമേന്ദ്രൻ പാർലമെൻറ്റ് സ്ഥാനത്തേക്ക് പോയി, അദ്ദേഹത്തിന് മതിയായി. ഡൽഹിയിൽ ഇനിയിപ്പോൾ മോഡിക്കെതിരെ ഇങ്ങനെ തെറി പറഞ്ഞ് ചുമ്മാ നിന്ന് അവാർഡ് വാങ്ങിച്ച പുള്ളിക്ക് മതിയായി. പുള്ളിക്ക് വീണ്ടും മന്ത്രിയായാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. NK പ്രേമേന്ദ്രൻ എന്നുള്ള ഒരു കരക്കമ്പി ഇങ്ങനെ കൊല്ലത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് വിയർക്കുന്നുണ്ട്, ഒരുപാട് പരിപാടികളിൽ പോകുന്നു, ധാരാളം പ്രോഗ്രാം അദ്ദേഹം ചെയ്തു വരുന്നു. എന്നാൽ അത്ര തന്നെ പ്രോഗ്രാം ചെയ്യാതെ, അത്ര കണ്ടം കൊണ്ട് ഫീൽഡിൽ പോകാതെ ഷിബു ബേബി ജോണും രംഗത്തുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിയാവണം. 2 പേരെ മന്ത്രിയാക്കുമോ UDF വന്നാൽ? സാധ്യത വളരെ കുറവാണ്. കാരണം കോൺഗ്രസിന് മന്ത്രിമാരെ വേണം, CPI പിന്നെ നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഘടകകക്ഷികൾക്ക് കുറേ ഘടകകക്ഷികളുണ്ടല്ലോ, അവർക്കെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ CP ജോണിന് ഒരു സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. CP ജോൺ ജയിച്ച് വരികയാണെങ്കിൽ എവിടെയെങ്കിലും ജയിക്കുന്ന സീറ്റ് തന്നെ കൊടുക്കണം. അദ്ദേഹം വളരെ സീനിയറായി നിൽക്കുകയാണ്, അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാക്കണം. അങ്ങനെ വരുമ്പോൾ RSPക്ക് ഒരു മന്ത്രി കിട്ടാനേ സാധ്യതയുള്ളൂ. പക്ഷേ 2 മന്ത്രിമാർക്കുള്ള ശ്രമത്തിൽ അവർ പോകുന്നു. അങ്ങനെ 2 മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ പിളരുമോ എന്നുള്ളൊരു കൗതുകവും വരുന്നു. RSP 2 ആകുമോ എന്നൊരു ചോദ്യവും വളരെ സീരിയസ് ആയിട്ട് വരുന്നു. എന്നും രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ്. അധികാരത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഭാഗമായി പരസ്പരം പിളരുക, വീണ്ടും യോജിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ പ്രത്യയശാസ്ത്രങ്ങളിലോടത്ത് അത്ര എളുപ്പമായിരുന്നില്ല. പിരിഞ്ഞു പോകൽ എളുപ്പമാണ്, പക്ഷേ യോജിക്കൽ അത്ര എളുപ്പമല്ല. ഇവിടെ പിരിഞ്ഞുപോയി, യോജിച്ചു, വീണ്ടും പിരിഞ്ഞു പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. RSP വീണ്ടും 2 ആകുമോ? അങ്ങനെ 2 ആകുമ്പോൾ ഇപ്പോൾ ശക്തനല്ലെങ്കിൽ പോലും ബാബു ദിവാകരനെ പോലെയുള്ളവർ എവിടെ നിൽക്കും? ഷിബു ബേബി ജോണിൻ്റെ കൂടെ നിൽക്കുമോ, അതോ NK പ്രേമേന്ദ്രൻ്റെ കൂടെ നിൽക്കുമോ? എന്തായാലും ഇപ്പോൾ ഒരു വാർത്ത അവർ പിളരാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭവ്യമല്ല, അവിടെ എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും മന്ത്രിസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായി ഇനി ഒരു അപകടം കൂടെ കൊണ്ട് ഇവരെ പാർട്ടിക്കാർ തന്നെ പാരവച്ച് ഒരാൾ തോക്കുമോ, അതോ കളിച്ച് 2 പേരും തോക്കുമോ എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. കാര്യം ചവറയും ഇരവിപുരത്തുമായിരുന്നു നിൽക്കാൻ തീരുമാനിച്ചാൽ അത്, അല്ലെങ്കിൽ കൊല്ലം സീറ്റ് ചോദിച്ചാൽ, ഇപ്പോൾ മുകേഷൊക്കെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മുകേഷിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് അവിടെ ചിലപ്പോൾ ജയിച്ചാലോ എന്ന് കരുതി RSP കൊല്ലം ചോദിച്ചാൽ, ഒരുപക്ഷെ അത് കൊടുത്താൽ, UDFന് കിട്ടാത്തൊരു മണ്ഡലം എന്നുള്ള നിലയിൽ UDF കൊടുത്താൽ അവിടെ മത്സരിച്ച് ചിലപ്പോൾ അവിടെയും തോറ്റാൽ, അതായത് ഒന്നുകിൽ 2 കൂട്ടർക്ക് മന്ത്രിസ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ പാർട്ടി 2 ആകണം, അല്ലെങ്കിൽ പരസ്പരം 2 പേരിൽ ഒരാൾ മത്സരിക്കാവൂ, അല്ലെങ്കിൽ 2 പേരും മത്സരിച്ച് 2ഇടത്തും പാര വെച്ച്, അല്ലെങ്കിൽ ഒരിടത്ത് പാര വെച്ച് എന്താണ് സംഭവിക്കുക എന്നുള്ളത്, RSP രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കേരളത്തിൽ കൗതുകമുള്ളൊരു വാർത്തയാണ്. അത് വലിയ ചർച്ച നടക്കുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, മാണി ഗ്രൂപ്പിനെക്കുറിച്ച് LDFൽ ചർച്ച നടക്കുന്നത് പോലെ UDFലെ ഒരു ഘടകകക്ഷിയായി RSPയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും കരക്കമ്പികളും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് ഡിജിറ്റൽ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, പ്രധാന സാറ്റലൈറ്റ് ചാനലുകളുമൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളും കഥകളുമൊക്കെ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. RSP 2 ആകുമോ, അതോ 2 നമ്മൾ 1 തന്നെ തുടരുമോ?